ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് 6 പാനലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുന്നിൽ 3 പാനൽ, ബാക്കിൽ അതുപോലെ 3 പാനലായിട്ട് 6 പാനലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു കോളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോളറും പിന്നെ ഒരു പോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുർത്തി ഞാൻ ചെയ്തിരിക്കുന്നത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ്. 290 നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കുർത്തി ഞാൻ ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ 2 മീറ്റർ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. നൈറ്റി മെറ്റീരിയൽ 290-ൻ്റെതാണ്. എനിക്ക് സ്ലീവ് എൽബോ സ്ലീവ് മാത്രമേ ഈ ഒരു മെറ്റീരിയലിന് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒരു 3 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കുർത്തി ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാനൽസ് കട്ട് ചെയ്ത് വെക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ 2 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ടോപ്പിന്റെ എത്ര ലെങ്ത് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് അതിനെ കണക്കാക്കിയിട്ട് ഇതുപോലെ പിടിച്ച് തുണി 4 ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പാനൽസ് ഒക്കെ ജോയിൻ ചെയ്ത് വരുമ്പം എന്തായാലും കുറച്ചൊക്കെ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് 2 ഇഞ്ച് തന്നെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനൽസ് ഒക്കെ മാർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫോൾഡ് വരുന്ന ഭാഗം എൻ്റെ ആ ഒരു സൈഡായുള്ളത്, ഓപ്പൺ വരുന്ന ഭാഗം ഓപ്പോസിറ്റ് സൈഡ്. ഫോൾഡ് വരുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം സെന്ററിലെ പാനൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. സെന്ററിലെ പാനലിന്റെ വിഡ്ത്ത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. 4-4.5 വരെ കൊടുക്കാം നമുക്ക്. ഈ അളവ് എന്ന് വെച്ചാൽ നമ്മുടെ ബസ്റ്റ് ടു ബസ്റ്റ് ആ ഒരു അളവാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന്റെ ഹാഫ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഹാഫ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു അളവ് നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ഏകദേശം ഒരു 16-17 ഇഞ്ച് അളവിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ സെയിം 4 ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈസ് ഡിഫറൻസ് വരുമ്പോൾ ഈ ബസ്റ്റ് സൈസും ഈ ലെങ്ത്തും നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 17 കൊടുത്തിട്ടുള്ളത്, പക്ഷെ എനിക്കൊരു 16 മതിയായിരുന്നു. അപ്പൊ നമ്മൾ ആ 17 കൊടുത്ത അത്ര വരെ 4 ഇഞ്ച് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് ഈ ഒരു തുണിയുടെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ 17 ഇഞ്ചിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നിർത്തിയിട്ടില്ലേ, ആ ഒരു പോയിന്റും ഈ ഒരു സെൻറ്റർ പോയിന്റായിട്ട് നമുക്ക് ചെരിച്ചിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇത് ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റേ പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് തുണീന ഇതുപോലെ ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ചെരിച്ച് വരുന്ന ഭാഗമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഇതുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പാനലിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് വെച്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് നമ്മളിങ്ങനെ കണക്കാക്കി കൊടുക്കുന്നത്. അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിന്നൊക്കെ ഒന്ന് കുത്തി സെറ്റാക്കി എടുക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം എല്ലാ എഡ്ജും ലെവലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നോർമൽ ഷോൾഡറിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആം ഹോള് 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. ചെസ്റ്റ് റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ താഴത്തേക്ക് 17 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ തുണിയുടെ ഫുൾ വിഡ്ത്തിലേക്ക് നമുക്ക് ആ ഒരു ലൈൻ അങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് 3 പാനലും ബാക്കിലേക്ക് 3 പാനലും അങ്ങനെ 6 പാനൽസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു പാനലും അതിൻ്റെ ലൈനിങ്ങും
ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സെൻട്രൽ പാനലിൻ്റെ നല്ല തുണി നല്ല ഫേസ് ടു ഫേസ് ആയിട്ട്, നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു പീസിൻ്റെ ലൈനിങ് ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈനിങ് വെച്ചതിൻ്റെ അടിയിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തുണികൾ മുകളിൽ വരും, ലൈനിങ് താഴെ വരും. ആ ഒരു രീതിക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടാലും നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് കാണാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ ആദ്യം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകും. ലൈനിങ്ങിൻ്റെ ഭാഗത്തോ എവിടെയും നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് കാണാനുണ്ടാവില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഇനി എല്ലാ പാനൽസും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പാനൽസൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സെൻറ്ററായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നെക്ക് വിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് ലെങ്ത് 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ബാലൻസ് വന്ന ആ ഒരു ക്ലോത്തിൽ നിന്ന് ആദ്യം സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ക്ലോത്ത് കോളറിന് തികയെങ്കിൽ മാത്രമേ ഞാൻ കോളർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ സ്ലീവാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്ലീവാണ്. സ്ലീവിന് ഒരുപാട് ലെങ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൽബോ ലെങ്ത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് ബാക്കി ഇത്ര പോലെ തുണി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു കോളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു അളവ് തന്നെ നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ജസ്റ്റ് ഒരു യു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ 7 ഇഞ്ച് വിട്ടും 9 ഇഞ്ച് ലെങ്ത്തിലും ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാനത് മറന്നു പോയതാണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു 3 സൈഡും മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അതൊന്നും കൂടി ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതൊരു ചെറിയൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇതേ സെയിം മാർക്കിങ് അപ്പുറത്തെ സൈഡിലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ആ ഒരു അടയാളമാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കാം. ഈ ഒരു തുണിക്ക് കുറച്ചും കൂടി വിട്ട് കിട്ടുമെങ്കിൽ താഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. എനിക്ക് തുണി കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു 7 ഇഞ്ച് ലെങ്ത് ആദ്യം കൊടുത്തത്. അപ്പം നമുക്ക് 9 ഇഞ്ച് ആദ്യം കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ ഈ ഒരു വെച്ച ആ ഒരു ക്യാൻവാസ് വെച്ച ആ ഒരു പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തില്ല 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു വി ഷേപ്പിലൂടെ വന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂർത്ത സാധനമൊക്കെ എടുത്ത് എഡ്ജൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം.
അപ്പോൾ തിരിച്ചിട്ടെടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ദാ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഈ നെക്കിൻ്റെ റൗണ്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 7.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കോളർ വെക്കാനുള്ള ആ ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു 7.5 ഇഞ്ച് നമുക്ക് കോളർ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു 7.5 ഇഞ്ച് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് അതൊന്ന് ചെരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു താഴത്തുനിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഒരു 7.5ന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ 1/2 ഇഞ്ചിൽ ഒരു ചെറിയൊരു കർവ് പോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയ ശേഷം ആവശ്യമുള്ള ഒരു തയ്യൽ തുമ്പും കൂടി ഇതിനിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കാം. മുകളിലെ ഭാഗം ഫോൾഡ് വരുന്നത് കൊണ്ട് മുകളിലെ ഭാഗം അടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിക്ക് തന്നെ മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ അയൺ ചെയ്തെടുക്കുകയോ ചെയ്യാം. നമുക്കിതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിത് ആ കുർത്തിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ടോപ്പിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ കോളറൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം ഈ ഒരു മാർക്കിംഗ് ആദ്യം സെൻറ്ററും ജോയിൻ ചെയ്ത് വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ റെക്കോർഡ് ആയത് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ടോപ്പിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം ഈ ഒരു കോളർ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഒഴിവുണ്ട്. ആ ഒരു ഭാഗം 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കവറായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പം മോന് ഭയങ്കര വാശിയായതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനേ സമയം കിട്ടുന്നില്ല. അതാ ഇതുപോലെ എൻ്റെ കൂടെ ഇരുത്തിയിട്ടൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത്ര വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ തീരെ പറ്റാത്തത് കൊണ്ടാണ് മനസ്സിലാക്കി. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യേണ്ട അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വലത് വശത്താണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡ് കറക്റ്റായിട്ട് തന്നെ അളവ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആദ്യം ചെസ്റ്റ് റൗണ്ടും പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ടും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾട്രേഷൻ നടക്കൂല. സൈഡിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴത്തേക്ക് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ മാർക്ക് ചെയ്ത പോയിന്റ് ജോയിൻ ചെയ്ത് കൊടുത്തു. അവിടുന്ന് നേരെ താഴത്തേക്ക് 5.5 ഇഞ്ച് നമ്മുടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ചെരിച്ചിട്ട് 5.5 ഇഞ്ച് കിട്ടുന്ന ആ ഒരു പോയിന്റും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്ക് കയ്യിലുണ്ടായിരുന്ന ചോക്കും തീർന്നുപോയി. പിന്നെ ഞാനൊരു പെന്ന് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആണ് കൊടുത്തത്. എന്നിട്ട് ആ ഒരു 5.5 ഇഞ്ചിൽ നിന്ന് പുറത്തേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം.
ദാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് തുണിയുടെ നല്ല വശത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ള ഒരു തുണി മതിയാകും. 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ പോക്കറ്റിന്റെ ഓപ്പണിംഗ് ആയിട്ട് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. ആ ഒരു മാർക്കിങ് തന്നെ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ചിന്റെ മാർക്കിങ്ങും കൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു 2 പോയിന്റ്സിന്റെ ഉള്ളിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്താ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിക്ക് തുണി ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിന്ന് തുടങ്ങിയിട്ട് റൗണ്ടായിട്ട് വന്ന് താഴെ എക്സ്ട്രാ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിലേക്കാണ് ഈ ഒരു പോക്കറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടത്. ഇത് ഈ ഒരു ഷേപ്പിലാണ് പോക്കറ്റ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മറ്റേ ഭാഗത്തും നമ്മൾ ആ ഒരു കൊടുത്ത തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിന്റെ നല്ല വശം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോക്കറ്റ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചതുപോലെ കറക്റ്റാക്കി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ജസ്റ്റ് ചെറിയൊരു കട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് തുണിയുടെ ഉൾവശത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റാക്കി ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിലൂടെ ജോയിൻ ചെയ്ത് വന്നിട്ട് നമ്മൾ പോക്കറ്റിന്റെ സ്റ്റാർട്ടിങ് എത്തുമ്പോൾ അവിടെ ഒരു കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് ഈ ഒരു പോക്കറ്റിന്റെ ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. പിന്നെ നേരെ താഴത്തേക്ക് പോവുക. ഈ വീഡിയോ കാണുന്ന രീതിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ പോക്കറ്റ് റെഡിയാവും. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുന്നതാണ്. നമുക്ക് താഴെ ഭാഗം കൂടി മടക്കി അടിച്ചാൽ നമ്മുടെ ടോപ്പിന്റെ സ്റ്റിച്ചിങ് ഒക്കെ തീർന്നു കിട്ടും. അപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ പോരായ്മകൾ ഉണ്ട് എന്നറിയാം. അത് സാഹചര്യം കൊണ്ടാണ്, മനസ്സിലാക്കുന്നു കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.